അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് തെലുങ്ക് നാട്ടിൽ നിന്ന് മിറായ് എന്ന് പറഞ്ഞിട്ടൊരു സിനിമ വന്നിട്ടുണ്ട്. അതൊരു ആക്ഷൻ അഡ്വഞ്ചർ ഫിലിമാണ് എന്നാണ് അതിൻ്റെ ലുക്ക് ആൻഡ് ഫീൽ തരുന്നത്. ഇതിനു മുമ്പൊരു ടൈറ്റിൽ ടീസർ പോലൊരു ഒന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, അത് കുറച്ച് രസമുണ്ടായിരുന്നു. സോ നമുക്കിതിൻ്റെ ടീസർ വന്നിട്ടുണ്ട്. ടീസർ കണ്ടപ്പോൾ നമ്മൾ തെലുങ്ക് ടീസറാണ് കാണാൻ പോകുന്നത് ഫോർ തെലുങ്ക് ഫാൻസ്. കുറച്ച് സത്തം വെട്ടണം, ചട്പട്ട മസാല. പീപ്പിൾ മീഡിയ ഫാക്ടറി ജെറം കലിയുഗത്തിൽ ജനിച്ചൊരു ശക്തി ഒന്നും ചെയ്യാൻ പറ്റില്ലെന്നോ എന്താ പറയുന്നത്? അങ്ങനെയൊന്നും അല്ലേ അർത്ഥം? തെന്നിന്ത്യയിൽ ഇല്ലെന്നാണ്. ഹൗസ് ഓഫ് ട്യൂൺസ്. ഞങ്ങളുടെ മനോജ് മഞ്ജു ശ്രേയസൻ ഡാഡി ഡാഡി ഗിൽജ പുതിയ പുതിയ നടി. ഓ ആ സ്റ്റിക്കിന് പറയുന്നതാണോ മിറായ്? അല്ല, ഇത് മറ്റേ ഉള്ള നടിയാ. അതാണ് ഗരുഡൻ പറക്കാണോ? ഹനുമാനാണോ? അല്ല, കൃഷ്ണല്ലേ? നീലക്കണ്ഠൻ. പക്ഷെ കുരങ്ങ കടുത്തുണ്ടെങ്കിൽ തൊഴുന്നുണ്ടല്ലോ, അതാണ് നീല കളറിലെ ഹനുമാനോ. സെപ്റ്റംബർ 5 കാർത്തിക് ഘട്ടംനനി. പുള്ളിയാണെന്ന് മനസ്സിലായോ? മിറായി എഴുതി വെച്ചേക്കുന്നതിന് എന്തോ ഇതുണ്ടല്ലോ. ആക്ച്വലി എൻ്റെ ഡയറക്ടർ കാർത്തിക് ഘട്ടംനനി. പുള്ളി ഇതിനു മുമ്പ് നമ്മുടെ രവിതേജ വെച്ചിട്ട് ഈഗിൾ എന്ന് പറഞ്ഞ പടം എടുത്തിട്ടുണ്ട്. രവിതേജ വീട് മൊത്തം മറ്റേ തോക്കും ബോംബും വെച്ച് അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു പടക്കപ്പടം, റീലോഡ് റോസ്റ്റൊക്കെ എടുത്തിട്ട് റോസ്റ്റ് ചെയ്ത പടം. പക്ഷേ ഇത് കണ്ടിട്ട് കുറച്ച് രസമുണ്ട്, എന്തോ ഒരു ആക്ഷൻ ഉണ്ട്. നമ്മൾ ഇംഗ്ലീഷ് കാണുന്ന മറ്റേ ഈ ലുക്ക് ആൻഡ് ഫീൽ കൊള്ളാം. ഇപ്പം നമ്മൾ പോസ് ചെയ്ത് കാണുമ്പോൾ കൊള്ളാം, പക്ഷേ ഈ മൂവ്മെന്റിൽ കുറച്ച് ഇതൊക്കെ ഉണ്ടെന്ന് തോന്നുന്നുള്ളൂ. പിന്നെ എനിക്ക് മനസ്സിലായത് ഈ പടത്തിനൊരു ഭയങ്കര വലിയ ബജറ്റില്ല. അല്ല, പക്ഷേ അവർ ഉള്ള ബജറ്റിലാണ് ചെയ്തേക്കുന്നത്. കാര്യം അത് ഈ തേജ സജ്ജ എന്ന് പറഞ്ഞ നടൻ ഇതിനു മുമ്പ് ഹനുമാൻ എന്ന് പറഞ്ഞ സിനിമ ചെയ്തിട്ടുണ്ട്. അത് അത്യാവശ്യം ഹിറ്റായൊരു സിനിമയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ പടത്തിനൊരു അത്യാവശ്യം ഇതിന് വേണ്ടൊരു ബജറ്റ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഒരു ഹെവി ബജറ്റ് കാണാൻ ചാൻസ് കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ VFX പോരായ്മകളൊക്കെ നമുക്ക് ഒരുപാട് കാണാൻ പറ്റും. പക്ഷേ എന്നാലും എനിക്ക് തോന്നുന്നു ഈ ജോണർ, അതായത് ഇങ്ങനെ ഒരു ഫാൻറ്റസി ആക്ഷൻ അഡ്വഞ്ചർ പടങ്ങൾ എസ്പെഷ്യലി മലയാളത്തിലൊന്നും തീരെയില്ല. ഇതിപ്പം ഇവരാണ് കൂടുതൽ ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നത്. ഇവൻ നമ്മുടെ രാജമൗലിയുടെ അടുത്ത പടം തന്നെ ആക്ഷൻ ഫാൻറ്റസി അഡ്വഞ്ചർ പടമാണെന്ന് പറഞ്ഞേക്കുന്നത്. ഇതും കാണുമ്പോൾ ഈ ഇന്ത്യാന ജോൺസിനകത്ത് കുറച്ച് കൂടുതൽ എന്താ പറയുക, ഫാൻറ്റസി ഉണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും എന്ന് പറയുന്ന പോലത്തെ ഒരു ലൈൻ. അല്ല, ഇന്ത്യാന ജോൺസൺ ഇപ്പോൾ ഫാൻറ്റസിയിലേക്ക് ഇല്ല, ഇനി പോകുന്നില്ല, കഴിഞ്ഞല്ലോ. നിർത്തിയ ആരെങ്കിലും വരും? ഇല്ല, അത് കഴിഞ്ഞത് നിർത്തി. സ്റ്റുഡിയോ പടമല്ല, അത് നിർത്തൂല അവര്. അല്ല, ഇനി അടുത്ത് വരാനിരിക്കുന്ന ആരാന്നറിയോ? ഹാരിസൺ ഫോർഡ് അല്ല, ഈ ഹാറ്റ് കൈമാറുന്നത് മറ്റേ ഇവക്കാണ്, ഫിബി വാലർ-ബ്രിഡ്ജ്, ഫ്ലീബാഗിലെ നായിക. ഫ്ലീബാഗിൽ കൊള്ളായിരുന്നു. അപ്പോൾ അന്നത് ഫാൻസ് ഫാനൊന്നും ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് പടം പൊട്ടിച്ച് ആയി കൊടുത്തു. അല്ല, അതുകൊണ്ടായിരിക്കത്തില്ല, പടം കൊള്ളത്തില്ല. പടം ബേസിക്കലി പോരാ, ഭയങ്കര ശോകം. എന്നാലും അതിനു മുമ്പും ഹാറ്റ് കൈമാറിയിട്ടുണ്ട്. അതുകൊണ്ടുണ്ട് മറ്റേ മകന് കൊടുത്തിട്ടുണ്ട്. അതും ആർക്കും താല്പര്യമില്ലായിരുന്നു. പിന്നെയും അത് കഴിഞ്ഞ് മകനെ കൊടുക്കണ്ട, മകനില്ല, അത് കഴിഞ്ഞ് പുതിയ ഒരാളെ കൊണ്ടുവരുന്നു, ഇതും ആർക്കും വേണ്ട. അയ്യോ, ഹാരിസൺ ഫോർഡിന്റെ അവസാനം കിടക്കപ്പായത് എഴുതേപ്പിച്ചുകൊണ്ട് കൊടുത്ത് ലാസ്റ്റ് പടം ലാസ്റ്റ് റൈഡ് എന്ന് പറഞ്ഞിട്ട് ഹാരിസൺ ഫോർഡ് ആയിരിക്കും. അതെ, അല്ല ഈ പടത്തിലും ആയിരുന്നു പുള്ളിയുടെ മറ്റേ ഇതുണ്ടായിരുന്നു, DAG ഒക്കെ ചെയ്ത് കുറച്ച് സ്ഥലത്തൊക്കെ നല്ല രസമുണ്ടാകും.
അപ്പോൾ ഈ സിനിമയെ പറ്റി നമ്മൾ പറയുകയാണെങ്കിൽ ഇതിനെപ്പറ്റി പറയാൻ നമുക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ല. കാര്യം എന്താ വെച്ചാൽ നമുക്ക് അറിയില്ലല്ലോ. അല്ല പക്ഷേ കുറച്ച് അധികം എലമെന്റ് ഉണ്ട്, ബുക്കുണ്ട്, വടിയുണ്ട്. പിന്നെ ഇവരുടെ ഇടയ്ക്ക് അശോക ചക്രവർത്തിയെ പറ്റി പറയുന്നുണ്ട്. അതായത് ഇത് തുടങ്ങുന്നതിന് അത് അന്ന് ഡീറ്റെയിൽ പറഞ്ഞു കൊടുത്ത് എനിക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽ അറിയില്ല. ഞാനിപ്പോൾ ഓർക്കുന്നില്ലത്. അതായത് അശോക ചക്രവർത്തി സൊസൈറ്റി പോലെ എന്തോ ഉണ്ടാക്കിയിട്ടുണ്ടെന്നോ അതിനെ കുറിച്ച് ആർക്കും അറിയത്തില്ലെന്ന് പറഞ്ഞു. നെറ്റി ചുമ്മാ തപ്പിയാ കിട്ടും. അതെ, സീക്രട്ട് സൊസൈറ്റി ആർക്കും അറിയത്തില്ല. അതിലാണ് മറ്റേ ചിരഞ്ജീവി എത്ര ചിരഞ്ജീവി അതിങ്ങനെ പാസ് ചെയ്ത് വരുന്ന ഒരു കുറെ പുള്ളിയുടെ എന്തോ അറിവിന്റെ പുസ്തകങ്ങൾ അങ്ങനെ എന്തോ ഒരു നോളജാണ്. നോളജാണ് ഇങ്ങനെ ഇവര് പ്രൊട്ടക്ട് ചെയ്തിട്ട് വരുന്നത്. അങ്ങനത്തെ ഒരു സംഭവം ഞാൻ വായിച്ചിട്ടുണ്ട് പണ്ട്. അതിനെപ്പറ്റിയും ഡീറ്റെയിൽ ആയിട്ട് നമുക്കറിയില്ല. ഞങ്ങൾ ഇതും ഈ പടത്തിന്റെ ടീസറിന്റെ സമയത്ത് എന്തോ ഇവര് പറഞ്ഞതും പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ അതിന് മുമ്പ് വായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഇതിന്റെ ഇത് വരുന്നതും ഇതിനെ ബേസ് ചെയ്ത ഈ പടം എന്നൊക്കെ അറിയുന്നത്. പക്ഷെ അത് ഇറങ്ങിയിട്ട് ഇപ്പൊ കുറെ കാലമായി തോന്നില്ല. അത് ടീസർ ഇറങ്ങിയിട്ട് ഒരു വർഷത്തോളം. അപ്പോൾ അങ്ങനെ എന്തോ പരിപാടി ഇതിനകത്തുണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഇങ്ങനെ കാണുമ്പോൾ കുറച്ച് രസമാണല്ലോ മൊത്തത്തിൽ. ഈ പറഞ്ഞ പോലെ ട്രെയിനിന്റെ പുറത്തോട് ഓടുന്നുണ്ട് അല്ലേ, അതായത് കുറെ പരിപാടികൾ ഈ ടീസറിനകത്ത് കാണിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ജയറാമേട്ടനെ അമിതാഭ് ബച്ചൻ ചെയ്യുന്ന ടൈപ്പ് റോളില് അമിതാഭ് ബച്ചൻ കൽക്കിയിൽ ചെയ്ത അതേ ലൈൻ അല്ലേ. അതെ. പക്ഷെ അത് ജയറാമേട്ടനെ കൊണ്ടൊന്ന് പ്ലേസ് ചെയ്യുമ്പോൾ നമുക്ക് എന്തോ ഒരു പിന്നെ പടത്തില് ജയറാമേട്ടൻ ആ ഒരു ഏജ് ആയിട്ടില്ല എന്ന് ഫീൽ ചെയ്യുന്നു. അതെ, പുള്ളി അങ്ങനെ ഇട്ടെന്ന് ഇങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് ചിലപ്പോൾ അതെ. അല്ല നമുക്കത് കുറച്ച് പാടെ ദഹിക്കണം. അത് എസ്പെഷ്യലി പുള്ളി തെലുങ്ക് കൂടെ പറയുമ്പോൾ അത് തെലുങ്ക് ഡബ് ചെയ്യുന്ന പുള്ളിയല്ല. പുള്ളിയുടെ സൗണ്ടിൽ ഡബ് ചെയ്യുന്ന ഒരുപക്ഷെ എനിക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ചിലപ്പം ഫീൽ ചെയ്തിരിക്കും. നമ്മൾ തെലുങ്കിൽ ഡബ് ചെയ്യുന്ന വേറെ ആരുണ്ടല്ലോ. എനിക്ക് എപ്പോഴും തോന്നിയില്ല ഈ പുള്ളി അന്യഭാഷ ചിത്രത്തിൽ പോകുമ്പോഴും അവരുടെ മീറ്ററിലല്ലായിരിക്കും പുള്ളി വർക്കാവുന്നത്. പുള്ളിയുടെ വേറൊരു മീറ്ററിലായിരിക്കും എപ്പോഴും പെർഫോം ചെയ്യുന്നത്. അതാണ് അങ്ങനെ അവർക്ക് പുള്ളിയെ ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ നായകൻ്റെ ഒരു ഷോട്ട് വരുമ്പോൾ നായകൻ്റെ ഒരു മീറ്റർ ഉണ്ടല്ലോ. അല്ല എനിക്ക് പേടിയില്ലെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ സിനിമയിലും ഇവൻ നായിക വരുന്നുണ്ട്. നായകൻ ഈ റൊമാൻറ്റിക് ട്രാക്ക്, കുറച്ച് ഡാൻസ്, പാട്ട്, ഈ പരിപാടി എല്ലാം ഉണ്ടോ. അപ്പോൾ അവിടെ ആയിരിക്കും നമ്മൾ ഈ സിനിമയുടെ മൂഡുമായിട്ട് ചേരാത്ത തരത്തിലുള്ളൊരു പരിപാടി വരുന്നത്. കാണിച്ച അത്രയും പോർഷനിൽ നായിക നോർമലാണ്. അതെ, നായികയും ഈ പറഞ്ഞാൽ ഈ ഒരു എന്താ പറയുക അഡ്വഞ്ചറിന്റെ ഭാഗമാണ്. മറ്റേ ഡാൻസ് പാട്ട് പരിപാടി ഒന്നും ഇതുവരെ വന്നിട്ടില്ല. പിന്നെ അറിയാലോ ഇതെല്ലാം ഇവർക്ക് മാർക്കറ്റിങ്ങിന്റെ ഭാഗമാണ്. വില്ലൻ കുറച്ച് ഓവറാണ്. അല്ല, വില്ലൻ മനോജ് മഞ്ജു പുള്ളിയുടെ സഹോദരന്റെ പടമാണ്, വിഷ്ണു മഞ്ജുവിന്റെ പടമാണ് നമ്മുടെ കണ്ണപ്പ. അതിന്റെ ഹാർഡ് ഡിസ്ക് ആണ് കാണാതെ പോയത്. അതിൽ പലരെയും സംശയമുണ്ട്. ഹാർഡ് ഡിസ്ക് കാണാതെ പോയത്. ലാലേട്ടൻ ഫാൻസ് ഹാപ്പിയാണ് കേട്ടോ. അപ്പം മിറായി അതിന്റെ തമിഴ്, തെലുങ്ക്, ഹിന്ദി എല്ലാ ടീസർ ഇറങ്ങിയിട്ടുണ്ട്. ഇതിന്റെ ഒന്നും ഡേറ്റ് എല്ലാം ഇനി വരും. ഡേറ്റ് പറഞ്ഞിട്ടുണ്ട് സെപ്റ്റംബർ റിലീസ്. സ്റ്റോൺ ഹെഞ്ച് ഒക്കെ ഇല്ലേ, അതിലിങ്ങനെ കല്ലിങ്ങനെ അടുക്കി വെച്ചിട്ട് ഇങ്ങനെ അതിന്റെ ഒരു രീതിക്കാണ് മിറായി അടുക്കി വെച്ചു. അങ്ങനെ. അല്ല അതിനകത്ത് എന്തോ ഇമേജ് ഒക്കെ കാണാം. ടൈറ്റിൽ വരെ എന്തോ ബ്രില്യൻസിൽ ഒളിപ്പിച്ചിട്ടുണ്ട്. ഇതേപോലെ കുറെ VFX ഒക്കെ ആയിട്ട് വേറൊരു പടം കൂടെ വന്നില്ലേ കുറച്ച് കാലം മുമ്പ്? വിശ്വംഭരയാണോ? അല്ലല്ല, ഇങ്ങനെ ഒരു പൂ കൊണ്ട് ഹിമാലയത്തിന്റെ മണ്ടയ്ക്ക് കയറുന്നതും അവിടെ ഇത് കാണിച്ചാലേ എൻട്രൻസ് അങ്ങനത്തെ ഗാമി എന്ന് പറഞ്ഞ സിനിമ. അത് നല്ല പടമാണ്. അത് ഭയങ്കര ലോ ബഡ്ജറ്റിലാണ്. അത് ലോ ബഡ്ജറ്റ് അത് ഇതാണ് ക്രൗഡ് ഫണ്ടഡ് ഫിലിമാണ്. അപ്പോൾ ആ സിനിമയുടെ ടെക്നിക്കലി ആ സിനിമ അവർ സമീപിച്ചിരിക്കുന്നത് ഭയങ്കര രസമായിട്ടാണ്. ആ സിനിമയിലൊരു ഭയങ്കര അവർക്ക് കൂടുതൽ ചിലവായിരിക്കുന്നത് ഒരു ടൈഗറിനെ 3D ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു സീക്വൻസ് ഉണ്ട്. അതാണ് ഭയങ്കര കിഡിലൻ സ്റ്റോറി ലൈനാണ് പടത്തിൻ്റെ. നല്ല രസമാണ് സ്റ്റോറി ലൈൻ. അതിങ്ങനെ ഒരു 3 ട്രാക്കാണ്, ഇങ്ങനെ 3 ഇൻഡിവിജ്വൽ ട്രാക്ക് പോലെ മൾട്ടിപ്പിൾ ടൈം ലൈൻ പോലെ അതിങ്ങനെ പോകും. ഇങ്ങനെ ഇൻ്റർകട്ട് ചെയ്ത് ഇങ്ങനെ അങ്ങ് പൊക്കോണ്ടിരിക്കുക സിനിമ. നമുക്കിത് അവസാനം എത്തുമ്പോഴേ നമുക്ക് ഈ 3 കഥകളുടെയും അതിൻ്റെ ഓർഡർ മനസ്സിലാകത്തുള്ളൂ. അത് ഭയങ്കര രസമായിരുന്നു. നല്ല രസം, കൊച്ചു പടമാണ്, പക്ഷെ നല്ല രസമായിട്ട് ചെയ്തിരിക്കുന്ന സിനിമയാണ്. അപ്പോൾ അങ്ങനത്തെ സിനിമകൾ പൊതുവെ ഇറങ്ങുമ്പോൾ സംഭവിക്കുകയെന്ന് വെച്ചാൽ അതിൻ്റെ തന്നെ ഒരു കൊമേഴ്ഷ്യൽ വേർഷൻ ചെയ്യാൻ കുറെ കൂടെ ആ സിനിമയിൽ ഈ പറഞ്ഞ പോലെ തെലുങ്ക് പടത്തിൻ്റെ യാതൊരു എലമെൻറ്റുകളും ഇല്ലാതെ പ്യുവർ ജോണർ പടം. അപ്പോൾ ഇതെന്ന് പറയുമ്പം കുറച്ചുകൂടെ ജനരഞ്ജകമാണ്. ഇതിപ്പോൾ രണ്ടിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്ന ഒരു ടൈപ്പ്. ഇതിൻ്റെ മേളിലൊരു ഇതേ സബ്ജക്റ്റിനെ എടുത്തിട്ട് കുറെ കൂടെ കൊമേഴ്ഷ്യൽ ആക്കുന്ന പടങ്ങളും. പഴയ ചിരഞ്ജീവിയുടെ ആഞ്ചി എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ട്. അതായത് ഏറ്റവും കൂടുതൽ സമയം എടുത്തത്. അതായത് അന്ന് 7 വർഷം എന്തോ ടൈം എടുത്തത്. 1997 എന്തോ തുടങ്ങിയിട്ട് 2004 പടം റിലീസാവുന്നത്. ആ സിനിമയുടെ VFX അന്ന് ദേശീയവാർഡ് കിട്ടിയത്. കാര്യം അന്നത്രയും VFX ചെയ്യുന്ന പടം വേറെ ഇല്ല ഇന്ത്യയിൽ. അത്രയും ആ സിനിമ ഒരു പോയിന്റിൽ നിന്ന് ആ സിനിമ ഭയങ്കര രസമാണ്. ആ സിനിമയുടെ തുടക്കം കുറേ നേരം നമുക്ക് കുറച്ച് സഹിക്കാൻ ബുദ്ധിമുട്ടാണ്. കാര്യം ഈ ചിരഞ്ജീവി ഡാൻസ്, പാട്ട്, പടമായിട്ട് ഒരു ചേർച്ചയില്ലാത്ത കുറേ രംഗങ്ങളൊക്കെ വന്ന് കുറച്ച്
മടുപ്പിക്കും പടം. പക്ഷേ സിനിമ ഒരു പോയിന്റിൽ നിന്ന് സിനിമയുടെ ഓൾ സ്റ്റോറിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര രസമുള്ള കഥയാണ്. അത് ചെയ്തിരിക്കുന്ന കോടി രാമകൃഷ്ണൻ എന്ന ഡയറക്ടർ, അതായത് അരുന്ധതി ഡയറക്ടർ. അന്നത് ഭയങ്കര, അതിൻ്റെ ക്ലൈമാക്സ് സീക്വൻസ് ഒക്കെ ഭയങ്കര രസമാണ്. VFX ഒക്കെ നമുക്ക് ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ VFX ഭയങ്കര ഷോക്കായിട്ട് ഫീൽ ചെയ്യും. പക്ഷെ അന്ന് ഈ സിനിമ എനിക്ക് തോന്നുന്നു ഞാനൊക്കെ ചെറുപ്പത്തിൽ കണ്ട, ഞാൻ എൻ്റെ ഡബ്ഡ് വേർഷൻ ആദ്യം കാണുന്നത്. ഈ ഒരു കാലഘട്ടത്തിൽ ഈ മെയിൻ ആക്ടേഴ്സ് ഒക്കെ എന്തെങ്കിലുമൊക്കെ ഒരു സ്പെഷ്യൽ സാധനം ചെയ്തിട്ട് ചിലപ്പോൾ അത് എങ്ങനെ പരാജയപ്പെട്ട ഏതാ ആഞ്ചിയെ പറ്റി എനിക്കറിയത്തില്ല. ആഞ്ചിക്ക് ഒരു കൾട്ട് ഫോളോയിങ് ഉള്ള പടമാണ് അന്നത്തെ. പക്ഷെ അന്ന് വിജയിക്കാനുള്ള ചാൻസ് കുറവായിരിക്കും, കാര്യം ബജറ്റ് വൈസ് ഇത് ഭയങ്കര ഹെവി ആയിരുന്നു. അപ്പൊ അങ്ങനെ ഇവരിത് ഒരുപാട് ആക്ടേഴ്സ് ഇങ്ങനെ വിട്ടുപോയിട്ടുണ്ട്. അത് ട്രൈ പിന്നെ ഭയങ്കര ഹിറ്റായ ഒരു പടമുണ്ട്, ബാലയുടെ ഒരു ടൈം ട്രാവൽ മൂവി, ബാക്ക് ടു ഫ്യൂച്ചർ. ആ പടം പോലെ ബാലയെ മറ്റേ കൃഷ്ണദേവരായരുടെ കാലഘട്ടത്തിലേക്ക് ടൈം മെഷീനിൽ ട്രാവൽ ചെയ്ത് അവിടെ ആ പടം ഭയങ്കര ഹിറ്റാണ്. അത് റീറിലീസ് ചെയ്തു. റീറിലീസിലും നല്ല രീതിയിൽ ഓടി, കഴിഞ്ഞിടയ്ക്ക് റീറിലീസ് ചെയ്തു. സോ അവർ ഇതുപോലെ ഒരുപാട് ജോണറുകൾ ട്രൈ ചെയ്യും. പക്ഷേ എല്ലാ ജോണറിനെയും ഒരു സ്പേസ് മൂവി ഉണ്ട് അതിൻ്റെ പഴയ മറ്റേ തെലുങ്കിൽ നമ്മുടെ ഈ വരുൺ തേജ് ചെയ്ത സിനിമ, അത് അതിൻ്റെ സിമിലർ ടൈമിൽ ടിക് 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 എന്ന് പറഞ്ഞിട്ട് തമിഴൊരു പടം വന്നു. അതിന് ശേഷമാണ് ഈ വരുൺ തേജിൻ്റെ സിനിമ വരുന്നത്. അപ്പോൾ അതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഇത് രണ്ടും ഏറെക്കുറെ സിമിലർ ഒരു മൂഡിലുള്ള പടവും, പിന്നെ നമുക്കത് ദഹിക്കാൻ കുറച്ച് പാടായിരുന്നു. അപ്പോൾ എനിവേ ഇതിൻ്റെ ട്രെയിലർ ആയിട്ടെ ഇൻട്രസ്റ്റിംഗ് ആണ്. ട്രെയിലർ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട്, ചിലപ്പോൾ ട്രെയിലർ വരുമ്പോൾ നമുക്ക് ഇത്രയും രസമായിട്ട് തോന്നാൻ ചാൻസ് ഇല്ല, മിക്കപ്പോഴും സംഭവിക്കുന്നതാണ്. പക്ഷേ നമ്മളെ ഡിസപ്പോയിൻറ്റ് ചെയ്യാത്തൊരു ട്രെയിലർ വരട്ടെ എന്ന് നമ്മൾ വിചാരിക്കുന്നു, അല്ലേ?